ശ്രീ കെനഡി കരിമ്പുകാല. PC ജോർജിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കണം. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളൊക്കെ ഒരു സമുദായത്തിനെതിരാണ്. പക്ഷേ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് നമുക്കറിയാം, കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ച്, നമ്മുടെ സംസ്ഥാനത്തെ 3ഓളം DGPമാർ അന്വേഷിച്ച് കോടതികൾ തള്ളിക്കളഞ്ഞ ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും അതുണ്ട് എന്ന് PC പറയുകയാണ്. എന്തെങ്കിലും തെളിവുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസുണ്ടോ, പരാതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തൂ എന്ന് മറുപടി പറയുകയാണ് PC. എങ്ങനെ വിശ്വസിക്കും PC പറയുന്ന കാര്യങ്ങളെ പൊതുസമൂഹം? രഞ്ജിത്തെ, ഞാൻ ആമുഖമായി ഒരു കാര്യം പറയാം. കത്തോലിക്ക പള്ളികളുടെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. സീറോ മലബാർ സഭയിലെ ഒരു രീതി പ്രത്യേകമായി ഞാൻ കൃത്യമായി എടുത്ത് പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഇടവകകളിൽ വളരെ ചെറിയ മൈക്രോ ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരെ കിട്ടാനുള്ള ഒരു രീതി ഞങ്ങൾക്കുണ്ട്. കാരണം 25 കുടുംബങ്ങളാണ് മാക്സിമം ഒരു യൂണിറ്റിലുണ്ടാകുക. ഓരോ 25 കുടുംബങ്ങളെയും തിരിച്ച് കുടുംബ യൂണിറ്റുകളായി തിരിച്ച് വളരെ ഡെമോക്രാറ്റിക്കലായ രീതിയിലാണ് അതിനകത്തൊക്കെ പ്രസിഡന്റ്, അതിൻ്റെ ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുക്കപ്പെടുക. അങ്ങനെ ഒരിടവകയിൽ ഇപ്പം ഒരു 10,000-3000 പേരുണ്ടെങ്കിൽ ഈ 25 പേരുള്ള അംഗങ്ങളുള്ള യൂണിറ്റുകളായി തിരിക്കും. ഇതെല്ലാ മാസവും ഏതെങ്കിലും വീടുകളിൽ മാറി മാറി ഈ കുടുംബ യോഗങ്ങൾ ഈ യൂണിറ്റിൻ്റെ നടന്നുകൊണ്ടിരിക്കും. ഇതിനൊരു സെൻട്രൽ കമ്മിറ്റിയും അതിൻ്റെ ഭാരവാഹികളും അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ പുരോഹിതരും ഒക്കെ ബന്ധപ്പെട്ടവരൊക്കെ പങ്കെടുക്കും. ഇതിനിടയ്ക്കുള്ള പല പരിപാടികളും ഇൻ്റർ യൂണിറ്റുകൾ തമ്മിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ പൊതുവായൊരു ഇൻട്രാക്ഷനും, അത് മാത്രമല്ല ഒരു ബേസ് ലെവലിൽ തന്നെയുള്ള കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ഇടവകകളിൽ കൃത്യമായി കിട്ടാൻ ഞങ്ങൾക്ക് സംവിധാനമുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് തന്നെ പറഞ്ഞു, വളരെ നാളുകളായി ഈ ഒരു ആരോപണം, ഈ ഒരു ഇത്തരം ഒരു വഞ്ചനാപരമായ സമീപനത്തിനെതിരെ വളരെ നാളുകളായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പ്രോപ്പറായ ഒരു കമ്മീഷനെ വെക്കുകയും അത് അന്വേഷിക്കുകയും അത്തരത്തിൽ അതിനകത്ത് ഒരു നടപടി ഉണ്ടോ, അങ്ങനെ കാര്യങ്ങളുണ്ടോ? എന്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇത്തരം ലവ് ജിഹാദിനെതിരെ നിയമം നിർമ്മാണത്തിന് പലരും മുതിരുന്നു? ഈവൻ മഹാരാഷ്ട്രയിൽ പോലും വരാൻ പോവുകയാണ്. ജസ്റ്റിസ് ശങ്കറിനടക്കം ഈ കാര്യത്തിൽ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. അഭിപ്രായം പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ ഈ പറഞ്ഞ ഏജൻസികളൊക്കെ അന്വേഷിച്ചു, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല എന്ന് വ്യക്തമായി. കോടതിയുടെ പരാമർശമുണ്ട് ഇക്കാര്യത്തിൽ. നമുക്കറിയാം, DGPമാർ വരെ നേരിട്ട് അന്വേഷിച്ച വിഷയമാണ്. ഇതിൽ ഇങ്ങനെ നമുക്കൊരു കൃത്യമായ തെളിവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ PC ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ്. സമൂഹത്തെ ബാധിക്കുന്ന വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തുമ്പോൾ അതിലെപ്പോഴും കൃത്യത പാലിക്കണം, തെളിവുകൾ വേണം. അദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അല്ല എങ്കിൽ പോലും ഇത് കുറച്ചുകൂടി സെൻസിറ്റീവ് വിഷയമല്ലേ? അതിനെ വീണ്ടും വീണ്ടും ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ DGP ആയിരുന്ന സെൻകുമാർ അടക്കം ഈ ലവ് ജിഹാദിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നത് നമ്മുടെ മുന്നിലുണ്ട്. എന്ത് ബേസിലാണ് രഞ്ജിത്ത് ഇത് ബേസ്ലെസ് ആണെന്ന് പറയുക? ക്രിസ്ത്യൻ വിഷയങ്ങളിൽ അതിനെ പഠിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഈയിടെ അടുത്ത് ഒരു JB കമ്മീഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ക്രിസ്ത്യൻ വിഷയങ്ങളിൽ പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സമുദായത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനായിട്ടൊരു കമ്മീഷൻ ഈയുടെ റിപ്പോർട്ടെല്ലാം ഉണ്ടാക്കി സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്തു. വെളിച്ചം കണ്ടിട്ടുണ്ടോ ഇതുവരെ? അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടൊരു മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങൾക്ക് സാധ്യമാകുക? ആരാണ് നിങ്ങളോട് ഈ ഒരു സംഭവം ഇല്ല, ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ? ഈ ഒരു വിഷയം പരാതികൾ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഒരു വിഷയമാകുമ്പോൾ അങ്ങനെയൊക്കെ വേണമല്ലോ. നോക്കൂ, ഇതിനകത്തുള്ള വിഷയം അതാണ് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ. ഇതിനകത്തുള്ളൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, നല്ല കുടുംബങ്ങളിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ മിസ്സാവുക. ഇത് മിസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കൊണ്ടുപോയ ശേഷം മാതാപിതാക്കൾക്ക് തിരികെ കിട്ടാത്തൊരവസ്ഥ വരുന്നു. ഇപ്പം തന്നെ നോക്കൂ, 4000-ഓളം പെൺകുട്ടികളെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടിട്ട് പറയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. അതെ, എന്നിട്ട് 41 പേരെ തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെ വാസ്തവം അന്വേഷിക്കട്ടെ. അതിനകത്ത് വാസ്തവമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഇല്ലാതെ പറയട്ടെ. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് രേഖാമൂലം പ്രതികരിക്കാൻ പറ്റാത്ത വരുന്നത്? പെൺകുട്ടിയുടെ പേരും അഡ്രസ്സും എല്ലാം പുറത്തു വരുന്നു.
അത് ആ പെൺകുട്ടിയുടെ ഫോട്ടോയും വെച്ച് ഒരു തമ്മനയിൽ വെച്ച് പിറ്റേ ദിവസം മുതൽ പ്രകടനം തുടങ്ങി, ആഘോഷമായി, പിന്നെ കച്ചവടച്ചരക്കായി മാറുകയാണ്. ഏതെങ്കിലും കുടുംബത്തിലെ നല്ല കുടുംബത്തിലെ പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുമോ? അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ അതിൻ്റെ ആ സെൻസിറ്റീവായ ആ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. കാരണം അങ്ങനെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ കാതലായ വിഷയമാണ്. അങ്ങനെ യഥാർത്ഥമായി അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട സഭ തന്നെയാണ്. അത് പലപ്പോഴും പിതാക്കന്മാർ പറയുന്നുണ്ട് എങ്കിൽ പോലും നിയമപരമായി ഒരുപാട് അവസരങ്ങളുള്ള ഒരുപാട് വഴികളുള്ള നാടുകൂടിയാണ് നമ്മുടേത്. അവിടെ അത് സ്വീകരിക്കാതെ ഇങ്ങനെ പൊതുവേദികളിൽ വെറുതെ വിളിച്ചു പറയുന്നതല്ലാതെ മറ്റു നടപടികളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് സമൂഹത്തിന് ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുന്നത്. നോക്കൂ, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വിഷയം പാലാപിതാവ് ഉന്നയിച്ചപ്പോൾ ഓർമ്മയുണ്ടോ എന്താ നടന്നതെന്ന്? പാലാപിതാവിൻ്റെ അരമനയിലോട്ട് കുറെ തീവ്രവാദികൾ സമരം നയിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അല്ല, അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ഒരാളാണോ സാർ ഈ പാലാപിതാവും കത്തോലിക്ക സഭയും ഒക്കെ? ഇനി അതൊക്കെ പോട്ടെ, നിങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ കയറിയുള്ള വിഷയത്തിൽ അല്ല. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സത്യസന്ധമായി പറയൂ, ദിവസവും പത്രം തുറന്നാൽ ഏതെങ്കിലും ഒരു തീവ്രവാദി ഏതെങ്കിലും ഒരു നർക്കോട്ടിക് കേസിൽ പിടിക്കപ്പെട്ടാൽ അതിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതൊന്നുകിൽ മേരിയായിരിക്കും, അല്ലെ അന്നമ്മയായിരിക്കും, അല്ലെ നമ്പ്യാർ കുട്ടിയായിരിക്കും, അല്ലെ നായർ കുട്ടിയായിരിക്കും. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന സത്യമാണോ എന്ന് എടുത്ത് നോക്കിക്കോളൂ, നോക്കിയിട്ട് പറയൂ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അത് ബോധപൂർവം അല്ല എന്നങ്ങ് കരുതാൻ കഴിയുമോ? അതിനെ നർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിക്കണ്ടേ? ഉയർത്തിക്കാട്ടിയതാണ്. അതിലും പിന്നീട് ചർച്ചകൾ ഉണ്ടായില്ല. ശ്രീ സി കെ ഷാക്കർ, ഇവിടെ ഇതൊക്കെയാണ് കത്തോലിക്ക സഭയുടെ പ്രത്യേകിച്ച് ജോർജിന്റെ ഒരു അനുകൂലിയൊക്കെ ആയ ശ്രീ ജോർജ് കന്നഡി കരിമ്പങ്കാല പറഞ്ഞു വെക്കുന്നത്.